Hello, welcome back all. So we will continue with the 2024 June session. നമ്മൾ പാർട്ട് എ കംപ്ലീറ്റ് ചെയ്തിരുന്നു. പാർട്ട് ബി ആണ് നോക്കിക്കൊണ്ടിരുന്നത്. പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻസ് ആൻഡ് so this was the last question from quantum mechanics we were doing. Now we move on to the question number 35. So ഇത് electrodynamics or more specifically electromagnetic waves relate ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. So the electric field of an electromagnetic wave in free space is given. ഫ്രീ സ്പേസിലെ ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ടുണ്ട്. സോ നമുക്കറിയാം ഇലക്ട്രോമാഗ്നറ്റിക് വേവിന് ഇറ്റ്സ് എ ട്രാൻസ്വേഴ്സ് വേവ് ആൻഡ് ഓൾസോ ഇറ്റ് ഹാസ് if this is electric field, it will have magnetic field also, like this is E, this is B, and this is the direction of propagation K. ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ ഒരു സ്ട്രക്ചർ. സോ തന്നിരിക്കുന്നതിൽ ദ മാഗ്നറ്റിക് ഫീൽഡ് ബി പറഞ്ഞിരിക്കുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ബി വാനിഷസ് ഫോർ ടി ഈക്വൽസ് കെ സെഡ് ബൈ ഒമേഗ. അങ്ങനെയാണെങ്കിൽ ദ പോയിന്റിംഗ് വെക്ടർ ഓഫ് ദ സിസ്റ്റം എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ നമുക്ക് ചെയ്യാം. ഇവിടെ ഒരു കാര്യം, ഈ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ, അതായത് ടി ഈക്വൽ ടു കെ സെഡ് ബൈ ഒമേഗയിൽ ഇത് വാനിഷ് ചെയ്യും എന്ന് പറയുന്ന ഇൻഫർമേഷൻ ആക്ച്വലി ഇറ്റ്സ് നോട്ട് നത്തിങ് മോർ ദാൻ ദിസ്. അത് മിസ്ലീഡ് ചെയ്യാൻ തന്നിരിക്കുന്ന ഒരു ഇൻഫർമേഷൻ ആണ് ആക്ച്വലി. സോ തന്നിരിക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് E0 J cap സൈൻ ഒമേഗ ടി മൈനസ് കെ സെഡ് ആണ്. My z is this. This is my z. Okay, kz minus omega t minus kz. So let's put t equals kz by omega. So that means this will be something like k z by omega minus kz. So നിങ്ങൾക്ക് naturally കാണാം this is sine of 0 which is. സോ ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ അതിൽ നത്തിങ് മോർ ഇൻഫർമേഷൻ ഈസ് ഹിയർ. ഈ മാഗ്നറ്റിക് ഫീൽഡ് വാനിഷ് എന്ന് പറയുന്നതിൽ ബിക്കോസ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക്, ഓക്കെ, മേ ബി ഇഫ് യു തിങ്ക് ടു മച്ച് സംടൈം ഇറ്റ് ഈസ് വർത്ത്. ബട്ട് ഒന്നാമത്തെ കാര്യം സ്പേസിലാണ്. സ്പേസിൽ ഇലക്ട്രിക് ഇവർ ഇൻ ഫേസ് ആയിരിക്കും. നിങ്ങളുടെ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ് എന്ന് പറയുന്നത് ദേ വിൽ ബി ഇൻ ഫേസ്. So whenever electric field is maximum, magnetic field will be also maximum, and whenever electric field is minimum, magnetic field will be also minimum. So ഈ കേസിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ മിനിമം വാല്യൂ വരുന്നത് ഈ പറഞ്ഞ പോയിന്റിലാണ്. അതേ പോയിന്റിൽ തന്നെയാണ് നിങ്ങളുടെ മാഗ്നറ്റിക് ഫീൽഡും മിനിമം ആവുന്നത്. അതാണ് ഇവർ പറയുന്നുള്ളൂ, വിച്ച് ഇസ് ആക്ച്വലി ട്രൂ ഇൻ ദ ഫ്രീ സ്പേസ്. ആക്ച്വലി മേ ബി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഇൻ ദ ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇൻ ദ കേസ് ഓഫ് conducting. If you have a metal, it will have some skin depth up to which the electromagnetic wave can penetrate, or all this kind of things. So അവിടെ ആക്ച്വലി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും നിങ്ങളുടെ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ് ആർ നോട്ട് ഇൻ ഫേസ്. ഒരു ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ ഒരു ഫേസ് ലാഗ് ഉണ്ടാവാം. സോ ദർ വിൽ ബി സം, ഇഫ് ദിസ് ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇതിലൊരു +5 ഉണ്ടായിരിക്കും. ബട്ട് ദാറ്റ്സ് നോട്ട് റെലവൻറ്റ് ഹിയർ ബിക്കോസ് ഇത് ഫ്രീ സ്പേസ് ആണെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട്. എനിവേ ദിസ് ഇസ് നോട്ട് എ ന്യൂ ഇൻഫർമേഷൻ. ഓക്കെ, സോ പോയിന്റിംഗ് വെക്ടർ ആണ് നമുക്ക് വേണ്ടത്. പോയിന്റിംഗ് വെക്ടർ എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് E cross B divided by μ0. So this is the definition of pointing vector. So pointing vector is nothing but it is actually a vector along the direction of propagation, and ഒരു intensity ആണ് basically energy flow per unit time കാണിക്കുന്ന വെക്ടറാണ് പോയിന്റിംഗ് വെക്ടർ എന്ന് പറയുന്നത്. പോയിന്റിംഗ് വെക്ടറിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ഡെൽ ഡോട്ട് എസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എനർജി ഡെൻസിറ്റി ആണ്. സോ അങ്ങനെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. യു ക്യാൻ ഗോ ബാക്ക് ടു യുവർ ഇലക്ട്രോമാഗ്നറ്റിക് ലെക്ചേഴ്സ് ആൻഡ് സീ ദിസ്. ഇതാണ് പോയിന്റിംഗ് വെക്ടർ. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇ ഓൾറെഡി തന്നിട്ടുണ്ട്. സോ യു ക്യാൻ
ഡയറക്ട്ലി പൊസിഷൻ വിത്ത് ദാറ്റ്, ബട്ട് ബി എന്താണെന്ന് അറിയില്ല. സോ ബി ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കുന്നത്. സോ ലെറ്റ്സ് സി ഹൗ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ബി. സോ നമുക്കറിയാം ഒന്നാമത്തെ കാര്യം, ഈ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ് എന്താ പറയുക, ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിലുള്ള മ്യൂച്വലി ഓർത്തോഗണലാണ് എന്നുള്ള ഐഡിയ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ആക്ച്വലി ഇത് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. സോ അതിന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇറ്റ് ഈസ് ആക്ച്വലി ഡിഫൈൻഡ് ആസ് ജസ്റ്റ് okay, maybe I don't have K cross E. So so we will have E equals BC A by C. Yeah. ഇങ്ങനെ ഒരു റിലേഷൻ ആണുള്ളത്. ഇവിടെ K എന്ന് പറയുന്നത് യൂണിറ്റ് വെക്ടർ അലോങ് ദി പ്രൊപ്പഗേഷൻ ഡയറക്ഷൻ, അല്ലാതെ മറ്റേ IJK ആ K അല്ല. ഇറ്റ്സ് എ യൂണിറ്റ് വെക്ടർ along the propagation vector, which is vector K, this K. സോ ഇവിടെ ആക്ച്വലി ഈ വേവ് നിന്ന് നിങ്ങൾക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സോ ഒരു ഇത് ജസ്റ്റ് ഒരു വേവിനെ റെപ്രസെന്റ് ചെയ്യുന്നു, സൈൻ ഓഫ് ഒമേഗ ടി, എനി ഫംഗ്ഷൻ ഓഫ് ദി ഫോം ഒമേഗ ടി മൈനസ് കെ സെഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്ലെയിൻ വേവ് ആക്ച്വലി മൂവിങ് ഇൻ ദ പ്ലസ്. ഓക്കെ, ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ഞാൻ കെ ക്യാപ്, മേ ബി ഈ കെക്ക് പകരം ഞാൻ ഐ ക്യാൻ യൂസ് യൂസ് yeah, maybe I'm putting KP to just denote that propagation vector. Okay, so ഈ സൈൻ ഒമേഗ ടി മൈനസ് കെ സെഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി ഡയറക്ട്ലി ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഇറ്റ്സ് എ പ്ലെയിൻ വേവ് പ്രൊപ്പഗേറ്റിംഗ് അലോങ് ദി ഡയറക്ഷൻ പ്ലസ് കെ ക്യാപ്. സോ അതൊന്ന് എനിക്ക് ഓൾറെഡി കിട്ടി. മൈ കെ പി എന്ന് പറയുന്നത് പ്ലസ് കെ ക്യാപ് ആണ് ഇൻ ദ പ്ലസ് ഡയറക്ഷൻ. ഇ എന്ന് പറയുന്നത് ദ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് അലോങ് ജെ ക്യാപ് തന്നിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ കെ ക്രോസ് ഇ ഏത് ഡയറക്ഷനിലായിരിക്കും? കെ പി ക്രോസ് ഇ. It is it's not actually easy to see, like again, maybe I'm not doing this much. So this is A I J and this is K. So നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് കെ ക്രോസ് കെ പി ക്രോസ് ഇ ആണ്, വിച്ച് ഇസ് കെ ക്യാപ് ക്രോസ് ജെ ക്യാപ് ആണ്. K cap cross J cap, which is into this, so which is in the minus I cap direction. So minus I ഡയറക്ഷനിലാണ് നിങ്ങളുടെ മാഗ്നറ്റിക് ഫീൽഡ് കിടക്കുന്നത്. അതാണ് അതിൻ്റെ ഡയറക്ഷൻ. ഇനി അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് നമുക്ക് കിട്ടും. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഡിവൈഡ് ബൈ സി ആണ് ഫ്രം ഹിയർ. സോ എന്തായി എൻ്റെ ഇലക്ട്രിക് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് സെയിം വെക്ടർ തന്നെ, E0 ബൈ സി. ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് അലോങ് മൈനസ് ഐ ക്യാപ് and it's the same sin omega t minus so that is my magnetic field. Now we have electric field and magnetic field. Let's find out what is S. IJK and electric field എന്ന് പറയുന്നത് it's along y direction. So 0 E0 sin omega t minus K. So
0, and magnetic field എന്ന് പറയുന്നത് along minus I. So I have a minus E0 by C sin omega t minus k sub 0, 0. Okay, so this is my magnetic field. So എടുക്കുക, what will happen? You will get I cap will give you nothing, J cap will also give you nothing, K cap will give you minus, there's already a minus sign, and also minus from here. Which is, and there is a 1 by C. K cap. സോ ഞാൻ പറഞ്ഞു ദ എസ് പോയിന്റിംഗ് വെക്ടർ എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രൊപ്പഗേഷൻ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും. സോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവും, നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചത് നമ്മുടെ പ്രൊപ്പഗേഷൻ വെക്ടർ എന്ന് പറയുന്നത് അലോങ് സെറ്റ് ഡയറക്ഷൻ ആണ്, ആൻഡ് വി എൻഡഡ് അപ്പ് ഹിയർ ഇസ് ഓൾസോ അലോങ് ദി സെറ്റ് ഡയറക്ഷൻ. മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് E0² sin square omega t ആണ്. സോ ഇവിടെ ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ടത് സി ഇല്ല, ഇവിടെ തന്നിരിക്കുന്നത് സീൻ്റെ ടേംസിലല്ല. സോ അവിടെ എന്ത് ചെയ്യണം? So there is a relation connecting C, omega and K. So ഈ കേസിൽ പ്രൊപ്പഗേഷൻ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് K സെറ്റ് എന്ന് പറയുന്നത്. സിയും ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ട്, ഇതും ഓർമ്മിച്ച് വെക്കുക. സോ ദിസ് മീൻസ് I can substitute for 1 by C here. Okay, so I forgot to put a 1 by, there is a mu naught. Okay, so that is my K set E0² K set divided by mu 0 omega. Sorry, this is omega. Mu 0 omega sin square. So that is my option 4. Okay, so ഒരു easy question ആണ്, straightforward question from ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ഇവിടെ ശ്രദ്ധിച്ചിരിക്കേണ്ട ഫോർമുലാസ് എന്ന് പറയുന്നത്, ഒന്ന് പോയിന്റിംഗ് വെക്ടർ, വാട്ട് ഈസ് പോയിന്റിംഗ് വെക്ടർ, അതിൻ്റെ ഫോർമുല എന്താണെന്നുള്ളതാണ്. 1 by mu naught E cross B ആണ്. ആൻഡ് അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് വാട്ട് ഈസ് ബി. ഇത് എനി ഇലക്ട്രോമാഗ്നറ്റിക് വേവിന് വാലിഡ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. സോ ദ മാഗ്നറ്റിക് ഫീൽഡ് ബി ഈസ് ഗിവൺ ബൈ KP cross E. KP എന്ന് പറയുന്നത് പ്രൊപ്പഗേഷൻ വെക്ടർ ആണ്, അതിൻ്റെ യൂണിറ്റ് വെക്ടർ ആണ്. ആൻഡ് വട്ട് C is the velocity of speed of light in vacuum. ആൻഡ് പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന റിലേഷൻ C എന്ന് പറയുന്നത് omega by K എന്നുള്ളതാണ്. You put all together, you will get option 4. Okay, so not an easy, not a difficult one. Go on. 36. A battery with an open circuit voltage of 10 volt is connected to a load resistance of 485 ohm. So ഒരു ബാറ്ററി ഉണ്ട് 10 വോൾട്ട് ഉള്ള. So let me draw the diagram. And there is a resistance. So ഇത് ഓപ്പൺ സർക്യൂട്ട് ആണെങ്കിൽ, അതായത് സർക്യൂട്ടിലൊന്ന് കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് 10 വോൾട്ട് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഇതിൻ്റെ EMF. ആൻഡ് ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 485 ഓം ആണ്, which is I am taking R. ഇത് ഒരു സർക്യൂട്ട് കണക്ട് ചെയ്തേക്കാണ്. And the voltage measured across the battery terminals using an ideal voltmeter is 9.7. So we connected a voltmeter across the terminals of battery,
and it's on 9.7 volt. ഓൾദോ EMF 10 ആണെങ്കിലും ഇതിൽ കാണിക്കുന്ന റീഡിംഗ് എന്ന് പറയുന്നത് 9.7 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. സോ ഈ സെല്ല് ഒരു ഐഡിയൽ സെല്ലാണെങ്കിൽ ഇതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇൻ റിയാലിറ്റി എവറിത്തിങ് വിൽ ഹാവ് എ റെസിസ്റ്റൻസ് ആൻഡ് ദിസ് വിൽ ഓൾസോ ഹാവ് എ റെസിസ്റ്റൻസ്. ഇത് എഫക്റ്റീവ്ലി ഒരു റെസിസ്റ്റർ ആണ്. സോ ഇത് എങ്ങനെ ചെയ്യാം? അതിന്റെ റെസിസ്റ്റൻസ് സ്മോൾ ആർ ഞാൻ ഡിനോട്ട് ചെയ്യണം. അത് എത്രയാണ് ക്വസ്റ്റ്യൻ. ഒരു ഈസി ക്വസ്റ്റ്യൻ ആണിത്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. സോ ഇങ്ങനെ ഒരു സെല്ല് കണക്ട് ചെയ്താൽ, സർക്യൂട്ടിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ദർ വിൽ ബി ഓഫ് കോഴ്സ് ദർ ഇസ് എ കറന്റ് ഫ്ലോയിങ് ഇൻ ദ സർക്യൂട്ട്. ടോട്ടൽ റെസിസ്റ്റൻസ്, അതായത് നിങ്ങൾ ഇ എന്ന് പറഞ്ഞ ഒരു EMF ക്യാപിറ്റൽ ആർ പ്ലസ് സ്മോൾ ആർ, ഇതൊരു സീരീസ് സർക്യൂട്ട് ആണ്. ഒരു 10 വോൾട്ട് EMF അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു സർക്യൂട്ട് ആണ്. സോ അങ്ങനെയാണെങ്കിൽ ആ സർക്യൂട്ടിലെ കറണ്ട്, ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് by Ohm's law, I equal to V by R, small capital R plus small r. This is the current in the circuit. ഇനി ഇങ്ങനെയാണെങ്കിൽ എൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസ്, ബാറ്ററിയുടെ ഇന്റേണൽ റെസിസ്റ്റൻസ് R ആണ്. അതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് ആണ് ചോദിക്കുന്നത്. അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്, ആ ബാറ്ററി ടെർമിനൽസിന് അക്രോസ് ഉള്ള വോൾട്ടേജ്. സോ ഈ കറണ്ടിനെ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഓംസ് ലോ തന്നെ യൂസ് ചെയ്യുക. സോ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ ബാറ്ററി EB എന്ന് പറയുന്നത് കറണ്ട് ത്രൂ ദ സർക്യൂട്ട് ടൈംസ് R ആണ്. ER divided by R plus. Let's put the numbers. ഓക്കെ, തന്നിരിക്കുന്ന നമുക്ക് ആദ്യം ആക്ച്വലി കണ്ടുപിടിക്കേണ്ടത് റിവേഴ്സ് ആണ്. What we have to do is, what is R? So ഇത് റിലേഷൻ ഇൻവെർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? So you can actually write this down as R plus R by R എന്ന് പറയുന്നത്. So it takes the reciprocal and that is equal to E by VB. And it means -1 or your R എന്ന് പറയുന്നത് ഇതാണ് നിങ്ങളുടെ റിലേഷൻ. ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ ആ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്തതാണ് ചെയ്തത്. സോ പുട്ടിങ് ബാക്ക് നമ്പേഴ്സ് യു വിൽ ഗെറ്റ് -10 by 9.7 -1. Okay, so let me put the numbers. So 10 oh sorry, actually I think I made a mistake. Yeah, okay, so yeah, so I think so what we actually have to do is, it's not, this is actually the voltage drop across the resistance R. Okay, so
ഇവിടെ ആക്ച്വലി കുറച്ച് so this is positive, this is negative. So the voltage drop current in a direction ഉണ്ട്. So flows from, I actually drawn it in the opposite. It draws the other way. പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്കാണ് പോകുന്നത്. സോ ഹിയർ ആക്ച്വലി നിങ്ങൾ മെഷർ ചെയ്യുന്നത് ഇറ്റ്സ് എ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദി ലോഡ് റെസിസ്റ്റൻസ് ആണ് ശരിക്കും. സോ ദിസ് വിൽ ചേഞ്ച് ആസ് so that means I will rewrite R plus R is equals ER divided by VB, or yeah. So you can see this, if you subtract R you will get, yeah. So ഇവിടെയാണ് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. സോ സോറി, ഐ മേഡ് എ മിസ്റ്റേക്ക് ഇനീഷ്യലി. okay, now let me do it again. 10 by 9.7. So this is roughly 0.0309. So now I'm using calculator, but you are not allowed to use calculators. So as I told, keep on practicing, like doing these kind of calculations manually. This is equals, it's actually exact. It's actually 1 by 15 ആണ്. Maybe I think you can reduce it. Fraction ആയിട്ട് represent ചെയ്ത് കഴിഞ്ഞാൽ maybe yeah, so this will be something like 0.3 divided by 9.7. So ഇവിടെ എനിക്ക് തോന്നുന്നു this becomes 9 by 97. And what is 97 divisible by 3? No. Okay, so there is no other way around. You have to, for it, you do that and you will end up with the answer 15 ohm. Okay, and that's the answer here. Okay, so ഒന്നുമില്ല, ഒരു സർക്യൂട്ടാണ്, അതിലൊരു EMF ഉണ്ട്, and you have the load resistance and the internal resistance also. So the net voltage drop across the load, അത് തന്നെ ആയിരിക്കും എന്ത് ബാറ്ററി ടെർമിനൽസിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്നത്. സോ ഇവിടെ ആക്ച്വലി സംഭവിക്കുന്നത് there is a voltage drop here and voltage drop here, and അതിന്റെ ഒരു ഡിഫറൻസ് ആണ് ആക്ച്വലി ഈ വോൾട്ടേജ് മീറ്റർ ഇവിടെ മെഷർ ചെയ്യുന്നത്. So it's like you have 10 voltage this way and there is a voltage drop other way around, which is
0.3 and the circuit actually measures 9.7. സോ ആ 9.7 എന്ന് പറയുന്നത് ആക്ച്വലി നിങ്ങളുടെ ലോഡ് റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ്. ബിക്കോസ് ഓക്കെ ദിസ് ദ റീസൺ ലൈക്ക് നിങ്ങളുടെ ഒരു സർക്യൂട്ടിൽ ലാർജസ്റ്റ് റെസിസ്റ്റൻസ് എന്താണോ അതിന് അക്രോസ് ആയിരിക്കും ലാർജസ്റ്റ് ഡ്രോപ്പ് ഉണ്ടാവുന്നത്. ഇവിടെ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ലെസ്സർ ഐ മീൻ ലെസ് ദാൻ ദ ലോഡ് റെസിസ്റ്റൻസ്. സോ വിച്ച് ആക്ച്വലി യു ക്യാൻ സീ ഫ്രം ഹിയർ. സോ ഈ ഒരു എക്സ്പ്രഷൻ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് യുവർ റെസിസ്റ്റൻസ്. നിങ്ങളുടെ റെസിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് അത് കൂടും, റെസിസ്റ്റൻസ് കുറയുന്നതനുസരിച്ച് അത് കുറയും. സോ ഇറ്റ് ചേഞ്ചസ് വിത്ത് ദ കണക്റ്റഡ് ലോഡ്. ബട്ട് ശ്രദ്ധിക്കേണ്ടത് ഇ ബൈ വി ബി എന്ന് പറയുന്നത് ഈ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എപ്പോഴും എന്താ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1 ബട്ട് 1 മൈനസ് 1 ദിസ് ഇസ് ഓൾവേസ് ലെസ് ദാൻ 1 അൺലെസ് VB, I don't think it will go. I mean, but I'm saying it is always less than R, the connected load resistance. So അതുകൊണ്ട് നിങ്ങളുടെ മാക്സിമം പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരുന്നത് ലോഡ് റെസിസ്റ്റൻസിന് അക്രോസ് ആയിരിക്കും. ആൻഡ് ദാറ്റ്സ് വൈ യു ആർ ഗെറ്റിംഗ് 9.7. Okay, and I mean, I'm not confusing too much. So that's the answer. And now moving on to the next one. Okay, so spend a lot of time then. So the stat mech related question. A single particle can exist in two states with energy 0 and E respectively at high temperatures. The specific heat of the system is what? What's the temperature dependence like? 1 by T ആണോ 1 by T square ആണോ കോൺസ്റ്റന്റ് ആണോ എക്സ്പോണൻഷ്യൽ ആണോ? ഇതൊരു സ്റ്റാറ്റ്മെക്കിലെ ഒന്ന് സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ജസ്റ്റ് ഇവാലുവേറ്റ് ദ പാർട്ടീഷൻ ഫംഗ്ഷൻ. സ്റ്റാറ്റ്മെക്കിലെ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പാർട്ടീഷൻ ഫംഗ്ഷൻ എന്നായിരിക്കും. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് സം ഓവറോൾ എനർജി ലെവൽസ് e to the power minus beta ei. ei എന്ന് പറയുന്ന എനർജി ലെവൽസ്, സപ്പോസ് എൻ്റെ സിസ്റ്റത്തിൽ പല എനർജി ലെവൽസ് ഉണ്ട്, ei ആണെന്ന് വിചാരിക്കുക. ഇറ്റ് ക്യാൻ ബി എനി നമ്പർ ഓഫ് ദം. സോ എൻ്റെ പാർട്ടീഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങളുടെ പാർട്ടീഷൻ ഫംഗ്ഷൻ ഇതാണെങ്കിൽ നിങ്ങൾക്ക് ആവറേജ് എനർജി യു എന്ന് പറയുന്നത് ഇറ്റ്സ് മൈനസ് ഡോ ബൈ ഡോ ബീറ്റ ഓഫ് വെർ ബീറ്റ എന്ന് പറയുന്നത് എന്താ 1 by kBT ആണ്. kBT is a Boltzmann constant log z ആണ്. So this is ഈ രണ്ട് റിലേഷൻസ് very 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 important. And also the next one also, like if you have the internal energy, you can actually find out the specific heat. Specific heat എന്ന് പറയുന്നത് it's how the internal energy changes with temperature. Unit change in temperature വന്നു കഴിഞ്ഞാൽ what is the energy you have to supply, that's the specific heat. ഈ മൂന്ന് റിലേഷൻസ് മാത്രമാണ് ഇവിടെ ബേസിക്കലി യൂസ് ചെയ്യേണ്ടത്. അത് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. സോ ലെറ്റ്സ് ഡു ദിസ്. പാർട്ടീഷൻ ഫംഗ്ഷൻ ഇത് രണ്ട് എനർജി ലെവൽസ് ആണുള്ളത്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 0 ആണ്. സോ ഇറ്റ്സ് e raised to 0 പ്ലസ് e raised minus beta e, which is 1 plus partition function I. Okay, so then what is my internal energy, which is minus dou by dou beta of log of this. ഇതിനെനിക്ക് വേറെ വഴിയൊന്നുമില്ല, log of e to the power minus beta e എന്ന് എഴുതാൻ പറ്റുള്ളൂ. ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, you will get 1 by minus 1 by 1 plus e to the power minus beta e times chain rule of differentiation. You will get minus e to the power minus beta e. Again ഇവിടെ ചെയിൻ റൂൾ വീണ്ടും ഞാൻ അപ്ലൈ ചെയ്തു. So this is the internal energy which is e. So e raised to minus beta e മുകളിൽ താഴെയുണ്ട്. So I can just take off 1. Okay, now let's just make sure whether this expression makes sense. So നിങ്ങളുടെ ടെമ്പറേച്ചർ 0ലേക്ക് പോവാണെന്ന് വിചാരിക്കുക, വിച്ച് ഈസ് യുവർ ലൈക്ക് 0 ടെമ്പറേച്ചർ, അബ്സല്യൂട്ട് 0ലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങളുടെ
ബീറ്റ ഇൻഫിനിറ്റിയിലേക്ക് പോകും ബിക്കോസ് ഇറ്റ് ഇസ് 1/t. സോ എൻ്റെ ഇന്റേണൽ ലോജിക്ക് എന്ത് സംഭവിക്കും? ബീറ്റ ഇൻഫിനിറ്റി ആയി കഴിഞ്ഞാൽ ദിസ് തിങ് വിൽ ബ്ലോ അപ്പ് ആൻഡ് യു ഹാവ് യു ഗോയിങ് ടു 0. സോ നിങ്ങളുടെ രണ്ട് എനർജി ലെവൽസ് ആണല്ലോ, 0യും ഇയും. അവിടെ ഓഫ് കോഴ്സ് നിങ്ങളുടെ എല്ലാ പാർട്ടിക്കിൾസും 0, ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത് 0 ആണ്, അതിലേക്ക് പോകും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നൗ ടി ഗോസ് ടു ഇൻഫിനിറ്റി വിച്ച് ഈസ് എ വെരി വെരി ഹൈ ടെമ്പറേച്ചർ ലിമിറ്റ്. അവിടെ ബീറ്റ എന്ന് പറയുന്നത് 0 ആവും. സോ ദിസ് തിങ് വിൽ ഇറേസ് 0 is 1. സോ യു വിൽ ഗെറ്റ് യു എന്ന് പറയുന്നത് വിൽ ഗോ ടു E/2. സോ ഇവിടെ സംഭവിക്കുന്നത് നിങ്ങൾക്ക് രണ്ട് എനർജി ലെവൽസ് ഉണ്ട്, 0യും ഇയും. 0 ടെമ്പറേച്ചറിൽ എവറിത്തിങ് വിൽ സെറ്റിൽ ഡൗൺ ടു 0, ബട്ട് ഇൻ ദ ടി ഇൻഫിനിറ്റി ലിമിറ്റിൽ ഈ എല്ലാ എനർജി ലെവൽസും ഈക്വലി പ്രോബബിൾ ആയിരിക്കും ഫോർ ദ പാർട്ടിക്കിൾ ടു ഓക്യുപൈ. സോ ദർ ആർ ആസ് മെനി ലെവൽസ് ആസ് പോസിബിൾ. എല്ലാ ലെവൽസിലും ഈക്വൽ പ്രോബബിലിറ്റി ആയിരിക്കും പാർട്ടിക്കിൾസിന് ഓക്യുപൈ ചെയ്യാൻ. സോ നിങ്ങളുടെ ആവറേജ് എനർജി എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഇൻ ബിറ്റ്വീൻ, ദാറ്റ് ഈസ് യുവർ E/2. സോ ദിസ് expression makes sense. And now we have this. So what is specific heat? അതിന് ഇത് ബീറ്റയിലാണ്. സോ വാട്ട് യു ക്യാൻ ഡു, യു ക്യാൻ അപ്ലൈ ദ ചെയിൻ റൂൾ അഗെയിൻ. ഡോ യു ബൈ ഡോ ബീറ്റ ആൻഡ് ബീറ്റ ബൈ ഡോ ടി. ഡോ യു ബൈ ഡോ ബീറ്റ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് E/1 plus E raised to beta E whole square. Actually there is a minus sign, -1/x square എന്നുള്ള ഫോമിലാണ്. ഡിഫറൻഷിയേഷൻ ആണ്, ഇന്ന് വേറെ ഒന്നുമില്ല ഇവിടെ. And apply the chain rule also. You have E times e to the power beta E times, so that is your this dou E by dou beta. Now dou beta by dou t എന്ന് പറയുന്നത് it is -1/kb t square ആണ്, because 1/t differentiate ചെയ്താൽ -1/t square. So that gives me minus E square e to the power beta E. So minus sign will actually go off because of the other minus sign here. 1 plus e to the power beta E whole square kb t square. Okay, so that is a specific heat. Now question എന്ന് പറയുന്നത് kbt is very much greater than E. സോ നമുക്കറിയാം ബീറ്റ എന്ന് പറയുന്നത് E/kbt, സോറി 1/kbt ആണ്. ആൻഡ് ബീറ്റ E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ E/kbt ആണ്. So E is very much greater than kbt. Sorry, other way. E is very much less than. E/kbt എന്ന് പറയുന്നത് very much less than 1. So beta is very much less than 1, or suppose it goes to 0. So 0 ആയി കഴിഞ്ഞാൽ ഇവിടെ എന്ത് കിട്ടും? In the limit E very much less than kbt, cb എന്ന് പറയുന്നത് E square this will go to E raised to 0, because നിങ്ങളുടെ ബീറ്റ E എന്ന് പറയുന്നത് 0യിലേക്ക് പോകും. So that is 1. You have 1 plus 1 here. Anyway, that's the answer. T dependence മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. So that is the
1/t². ഓക്കെ, സോ ഒരു സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റൻ ആണ് ഫ്രം സ്റ്റാറ്റ്മെക്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലയാണ് ഇവിടെ. പാർട്ടീഷൻ ഫംഗ്ഷൻ എന്താണ്? പാർട്ടീഷൻ ഫംഗ്ഷൻ ഫോർ എനി ഗിവൺ സിസ്റ്റം ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. സോ ആസ് മെനി എനർജി ലെവൽസ് EIs ആർ ദർ, സം ഓർ ഓൾ e⁻β EI. ഇതാണ് ആവറേജ് എനർജി മൈനസ് ഡോ ബൈ ഡോ ബീറ്റ ലോഗ് z, ആൻഡ് ഇഫ് യു ഹാവ് u ഇന്റേണൽ എനർജി ദെൻ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഹൗ ഇറ്റ് ചേഞ്ചസ് വിത്ത് ടെമ്പറേച്ചർ. സോ ഈ ഒരു ലൈനിൽ എല്ലാ തവണയും ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു നോ ദീസ് റിലേഷൻസ്. പിന്നെ ജസ്റ്റ് പ്രോപ്പർ ഡിഫറൻഷിയേഷൻ ആണ്, നത്തിങ് എൽസ്. സോ ലെറ്റ് മീ മൂവ് ഓൺ ടു ദി നെക്സ്റ്റ്. മെട്രിക്സ് A is given, 3/3 മെട്രിക്സ് തന്നിട്ടുണ്ട്. The eigenvalues of given equals 3a³ plus 5a² minus 6a plus 2e, where I is identity matrix R. Okay, so ഇവിടെ the basic property എന്ന് പറയുന്നത്, if you have a matrix A with suppose eigenvalues എന്ന് പറയുന്നത് lambda is ആണ് വിചാരിക്കുക. Then suppose I am doing some f of a. f of a എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി എനി ഫംഗ്ഷൻ. ഈ കേസിൽ അതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. എന്റെ ഒരു ഫംഗ്ഷൻ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ആണ്. ഇറ്റ് ക്യാൻ ബി ലൈക്ക് ഫോർ എക്സാമ്പിൾ പോളിനോമിയൽ ആവാം, ഓർ ഈവൻ സൈൻ ഓഫ് എ, എക്സ്പോണൻഷ്യൽ ഓഫ് എ, ഇങ്ങനത്തെ എല്ലാം കൺസിഡർ ചെയ്യാം. എനി ഫംഗ്ഷൻ ഓഫ് ദാറ്റ് മെട്രിക്സ്. ഇതിന്റെ ഐഗൺ വാല്യൂസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ they are nothing but the function of eigenvalues. ഐഗൺ വാല്യൂസ് കണ്ടുപിടിക്കുക. ഐഗൺ വാല്യൂസിനെ ഈ ഫംഗ്ഷനിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ കറസ്പോണ്ടിങ് എഫ് ഓഫ് എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ, എഫ് ഓഫ് എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ആയിരിക്കും, ബിക്കോസ് ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് മെട്രിക്സ്. ആ മെട്രിക്സിന്റെ ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത് ഒറിജിനൽ മെട്രിക്സിന്റെ ഐഗൺ വാല്യൂസിന്റെ സെയിം ഫംഗ്ഷൻ ആക്ട് ചെയ്യുന്നതായിരിക്കും. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെട്രിക്സ് റിലേഷൻ ആണ്. സ്പെക്ട്രൽ ഡീകമ്പോസിഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് ബേസിക്കലി നമ്മൾ എന്താ പറയുക, ഡയഗണലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഐഗൺ വാല്യൂസ് കണ്ടുപിടിക്കാൻ നമ്മുടെ മെട്രിക്സിനെ ഡയഗണലൈസ് ചെയ്യും. എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ എന്താ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ സീ ഇറ്റ്സ് റിസൾട്ട്സ് ഇൻ ദ സെയിം ഓപ്പറേഷൻസ് യു ഡു ഓൺ ദി ഐഗൺ വാല്യൂസ്. ഓക്കെ, സോ അപ്പോൾ ഇവിടെ ബേസിക്കലി നമുക്ക് ചെയ്യേണ്ടത് ഈ മെട്രിക്സിനെ ഡയഗണലൈസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ചെയ്യാം. ആദ്യം നമുക്ക് സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് ഡയറക്റ്റ്ലി ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ദ യൂഷ്വൽ വേ എന്ന് പറയുന്നത്. 1 മൈനസ് ലാംഡ 2 മൈനസ് 3 ക്യാരക്ടറിസ്റ്റിക്സ് ഇക്വേഷൻ ഫോം ചെയ്യുന്നു. which is if I expand, എനിക്ക് എവിടെ വേണമെങ്കിലും എക്സ്പാൻഡ്. ഇവിടെ ഒരുപാട് സീറോസ് ഉള്ളതുകൊണ്ട് ഇറ്റ് ഈസ് ബെറ്റർ ടു എക്സ്പാൻഡ് അബൌട്ട് ഹിയർ. മൈനസ് ഓഫ് 2 മൈനസ് ലാംഡ, sorry, this is 2 plus lambda, minus of 2 plus lambda times this is 0 and it will have this minus sorry, so this is 1 minus, okay, so 1 minus lambda times 3 minus lambda. സോ ഇറ്റ്സ് വെരി ഈസി. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആകെ പോസിബിലിറ്റീസ് എന്ന് പറയുന്നത് എന്താ, ലാംഡ എന്ന് പറയുന്നത് ക്യാൻ ബി either -2, 1 or 3. ഓക്കെ, ഇവിടെ നമുക്കൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതെന്ന് പറയുന്നത് അതിൻ്റെ ഒറിജിനൽ ഡയഗണൽസിലെ എലമെൻസ് ആണ്. 1 3 -2 എന്ന് പറയുന്നത് 1 3 -2. നമുക്ക് ഓൾറെഡി ആ മെട്രിക്സിന്റെ മെട്രിക്സ് ഡയഗണൽ ഫോമിലാണ്. സോ ഇത് സംഭവിക്കാനുള്ള കാരണം, സോ ദിസ് ഇസ് കോൾഡ് അപ്പർ ഡയഗണൽ. അപ്പർ ഡയഗണൽ.
ഡയഗണൽ ഓർ ട്രയാങ്കുലർ ലോവർ ഡയഗണൽ, ദീസ് ആർ ദി നെയിംസ്. സോ ബേസിക്കലി ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഒരു ഡയഗണൽ ഉണ്ടെങ്കിൽ ആ ഡയഗണലിന് താഴെയുള്ള എല്ലാ എൻട്രീസും അല്ലെങ്കിൽ ഇതുപോലെ മുകളിലുള്ള എല്ലാ എൻട്രീസും സീറോ ആവുകയാണെങ്കിൽ ഇറ്റ്സ് കോൾഡ് ട്രയാങ്കുലർ മെട്രിക്സ്, അപ്പർ ട്രയാങ്കുലർ, ലോവർ ട്രയാങ്കുലർ മെട്രിക്സ്. ഇങ്ങനത്തെ മെട്രിക്സിന്റെ എല്ലാം ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത് അവരുടെ എന്ത് തന്നെയായിരിക്കും, അവരുടെ ഓൾറെഡി ആ ഡയഗണൽസിലുള്ള എലമെന്റ്സ് തന്നെയായിരിക്കും. സോ അവർ ഓൾറെഡി കൈൻഡ് ഓഫ് ഇന്ന ഡയഗണലൈസ് പ്രോബ്ലം ഡയഗണലാണെങ്കിൽ മറ്റ് എൻട്രീസ് കൂടി സീറോ ആവണം. പക്ഷേ അവരുടെ ഡയഗൺ വാല്യൂസ് എന്ന് പറയുന്നത് ഡയഗണൽസിലുള്ള എലമെന്റ്സ് തന്നെയായിരിക്കും. സോ നിങ്ങൾക്ക് ആക്ച്വലി ഇത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതേണ്ട കാര്യമേ ഇല്ല, അല്ലാതെ തന്നെ നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാം. ഓക്കെ, സോ ദെൻ സോറി പെട്ടെന്ന് ഡിസ്കണക്ട് ആയിപ്പോയി. യാ സോ നിങ്ങളുടെ ഐഗൺ വാല്യൂസ് കിട്ടിക്കഴിഞ്ഞു. ദെൻ ഇനി നമുക്ക് ആകെ ചെയ്യേണ്ടത് ആ ഫംഗ്ഷൻ ഇവിടെ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, എഫ് ഓഫ് എ എന്ന് പറയുന്നത് 3a³ പ്ലസ് 5a² മൈനസ് 6a പ്ലസ് 2y. ഞാൻ പറഞ്ഞു ഇനി ഈ ഒരു മെട്രിക്സിന്റെ ഐഗൺ വാല്യൂസ് എന്ന് പറയുകയാണെങ്കിൽ ഐഗൺ വാല്യൂസ് കണ്ടുപിടിക്കണമെങ്കിൽ എനിക്ക് ആകെ ചെയ്യേണ്ടത് വാട്ട് ഈസ് എഫ് ഓഫ് λ1. സോ മേ ബി ഐ വിൽ ഡിനോട്ട് ദിസ് ആസ് ദിസ് ഇസ് λ1, λ2, λ3. സോ എഫ് ഓഫ് λ1 എന്ന് പറയുന്നത് -2³ പ്ലസ് 5 -2 സ്ക്വയർ മൈനസ് 6 into -2 plus 2 which is 3 into -8 plus 5 into 4 plus 12 plus 2 -24 and 20 plus 12 32 plus 34. So this is plus 10. Now the next one is actually λ2 is 1. This is easy. Three plus 5 minus 6 plus 2. 5 plus 5, 10 minus 6. This is now the last one is 3. Three times 27 and 60 plus 21, this is 81, 45, 18, 12, and this is 96, 98 minus 18, 1980. So the answer എന്ന് പറയുന്നത് 4, okay, 110. I think the answer should be 110. Did I make any mistake? 3, this is actually minus, this is 3,
3 times 3 cube and 5 times 3 square minus 6 times 3 plus 7 times 3 എന്ന് പറയുന്നത് ഓക്കെ 21 81 ഓക്കെ ആഡിങ് മിസ്റ്റേക്ക് ആണ്. So this is 120 plus 126, 126 plus 2, 128. Yeah, correct. So I have 3 eigenvalues, which is 10, 4, and 110. 10, 4, and 110. So that is my option 4. Okay, so it's easy. മെട്രിക്സ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് മെട്രിക്സ് ഒരു ഡയഗണൽ മെട്രിക്സ് ആണെങ്കിൽ അതിൻ്റെ ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത് അവരുടെ ഡയഗണൽസ് തന്നെയാണ്. ഇനി മെട്രിക്സിൻ്റെ എന്ത് ഫംഗ്ഷൻ വാട്ട് എവർ ബി ഇറ്റ് ഈസ് ക്യാൻ ബി എക്സ്പോണൻഷ്യൽ, സൈൻ, ലോഗ് ഓർ എനിത്തിങ്, ആ ഐഗൺ വാല്യൂസിൻ്റെ ജസ്റ്റ് അതേ ഫംഗ്ഷൻ ഇവാലുവേറ്റ് ചെയ്യുക. യു വിൽ ഗെറ്റ് ദ കറസ്പോണ്ടിങ് ഐഗൺ വാല്യൂസ് ഓഫ് ദി എഫ് ഓഫ് എ എന്ന് പറഞ്ഞ മെട്രിക്സിൻ്റെ ഐഗൺ വാല്യൂസ് ആയിരിക്കും ഇത്. സോ ഇത് നിങ്ങൾ നേരെ വണ്ണം ചെയ്യാൻ ഇഫ് യു വാണ്ട് ടു ഡു അതർ വേ, ലൈക്ക് യു കാൽക്കുലേറ്റ് ഓൾ ദീസ് മെട്രിക്സസ് 3a³ 5a² മൈനസ് 6a, വലിയൊരു മെട്രിക്സ് കിട്ടും നിങ്ങൾക്ക് ഇൻ ടേംസ് ഓഫ് വലിയ നമ്പറുകൾക്ക്. എന്നിട്ട് നിങ്ങൾ ഈ ഡയഗണലൈസേഷൻ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി വെരി ഡിഫിക്കൽട്ട്. ദിസ് ഇസ് ദ ഈസിയസ്റ്റ് വേ. Okay, I think I can finish this session with this question. The logic levels H and L at different locations in digital circuit are found to be as shown in figure. So logical circuit തന്നിട്ടുണ്ട്. H എന്ന് പറയുന്നത് 1 ഉം L എന്ന് പറയുന്നത് 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. Based on these observations, which of the logic gates is not behaving as an ideal NAND gate? So 4 NAND ഗേറ്റുകളാണ്. സോ നാൻഡ് ഗേറ്റിൻ്റെ ഒരു ഐഡിയൽ ബിഹേവിയർ അല്ലാത്തത് എന്താണെന്നാണ് ചോദിക്കുന്നത്. സോ നമുക്ക് നോക്കാം. നാൻഡ് ഗേറ്റ് ആണെങ്കിൽ സോ ഇവിടെ പല കോമ്പിനേഷൻ HL ആണ് വരുന്നത്, വിച്ച് ഇസ് സോ ഇഫ് യു ഹാവ് 1 and 0 കമ്മിങ് ഇൻ, ദെൻ നാൻഡ് എന്ന് പറയുന്നത് നോട്ട് ഓഫ് ആൻഡ് ആണ്. സോ 1 0 ആൻഡ് എടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 0 ആൻഡ് ദ നോട്ട് എന്ന് പറയുന്നത് 1 ആയിരിക്കും. സോ ഇത് 1 ആയിരിക്കണം, വിച്ച് ഇസ് H. ഇതോ സോ അങ്ങനെയാണെങ്കിൽ ദിസ് ഇസ് കറക്റ്റ് ആക്ച്വലി, because HL is combining to give H. Okay, now you have this choice where the same output is coming in. So ഇവിടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഇതൊരു നോട്ട് ഗേറ്റ് ആണ് ആക്ച്വലി. So if 0 comes in, it basically makes it 1. So ഇങ്ങനെയാണ് നാൻഡ് ഗേറ്റ് വെച്ചിട്ട് ഒരു നോട്ട് ഗേറ്റ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. സോ 0 and 0 എന്ന് പറയുന്നത് 0 ആണ്, അതിൻ്റെ നോട്ട് എന്ന് പറയുന്നത് 1. ഗെറ്റ് out of L. So this is L and H is coming here. So this is also correct. Now you have H and H coming in. That is, you have H. Actually, this is same 1 H. Again, it's the same thing. Like it will make the knot. You will get 0. So this is low. So this is also correct because you are getting a low here. Finally, again you have a high, the low and high, which we already well. നമ്മൾ സ്വിച്ച് ചെയ്തെന്നുള്ള എല്ലാം വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. So it does not make any difference. ഇത് actually so this is wrong because ഇത് L അല്ല, ഇത് H ആയിരിക്കണം. By our gate we can see if you NAND high and a low, you should get a high, but here they are getting a low. So G4 എന്ന് പറയുന്നത് തെറ്റാണ്. G4 ഒരു NAND ഗേറ്റ് അല്ല, അല്ലെങ്കിൽ അതെന്തോ നോട്ട് ആൻ ഐഡിയൽ NAND ഗേറ്റ്.
G4. G2, G3, G1 എല്ലാം പെർഫെക്റ്റ് ആണ് ബിഹേവ് ചെയ്യുന്നത്. Okay, so easy question. I think you guys can be able to do yourself very easily. Okay, so this one will, I think it takes time. So we'll shift this to the next session when quantum mechanics question. Okay, so we'll continue with this. So thank you for the session. We'll come back with this question in the next session. Bye.